ഒരുവന്റെ ആത്മാവിന്റെ ക്ഷേമസ്ഥിതി അനുസരിച്ചാണ് അവന്റെ ബാക്കി എല്ലാ മേഖലകളിലും അനുഗ്രഹം ഉണ്ടാകുന്നത്. നമ്മൾ ചോദിച്ചാൽ എന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടാത്ത, എന്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടാത്ത എന്താ, സാമ്പത്തികം അനുഗ്രഹിക്കപ്പെടാത്ത എന്താ, എന്റെ രോഗം മാറാത്ത എന്താ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാറുണ്ട്. എന്താ തടസ്സം മാറാത്ത, പ്രതിസന്ധി മാറാത്ത എന്നൊക്കെ. ആത്മാവിന്റെ ഒരു അനോയിന്റിങ് അല്ലെങ്കിൽ ആത്മാവിന്റെ ക്ഷേമസ്ഥിതി അത് പരിക്കേറ്റ് കിടക്കുവാണെങ്കിൽ, തകർന്നു കിടക്കുവാണെങ്കിൽ, സ്വാഭാവികമായിട്ടും ആത്മാവ് രോഗിയാണെങ്കിൽ ശരീരത്തിലും മനസ്സിലും തന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളിലും നിരന്തരമായ അസ്വസ്ഥതകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ആത്മാവിന്റെ ക്ഷേമസ്ഥിതിക്കനുസരിച്ചാണ് ബാക്കി ലോവർ തലങ്ങളിലൊക്കെ അനുഗ്രഹങ്ങൾ ഉണ്ടാകുന്നത്. നിന്റെ ആത്മാവ് ക്ഷേമസ്ഥിതിയിലായിരിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളിലും നിനക്ക് ഐശ്വര്യം ഉണ്ടാകും. അപ്പൊ ആത്മാവ് ക്ഷേമസ്ഥിതിയിൽ അല്ലെങ്കിൽ, ക്ഷേമസ്ഥിതി എന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ ഏറ്റവും ഉന്നതമായ ക്ഷേമസ്ഥിതിയാണ് ദൈവാത്മാവിനോട് ഐക്യപ്പെടുക, ആ സ്നേഹത്തിന്റെ ഐക്യം സൂക്ഷിക്കുക. പാപജീവൻ സംഭവിക്കുന്ന ഈ സ്നേഹത്തിൽ നിന്നാണ് ഒരുരാകുന്നത്. അതുകൊണ്ടാണല്ലോ ധൂർത്തപുത്രന്റെ ഉപമ വായിക്കുമ്പോൾ വളരെ മനോഹരമായിട്ട് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്, അല്ലെ, ഈ മകൻ ആ പിതാവിന്റെ സ്നേഹത്തിൽ നിന്ന് അകന്നു പോകുന്ന വഴിക്ക് എല്ലാം നഷ്ടപ്പെട്ടു, ഓരോന്നോരോ നഷ്ടപ്പെട്ടു, അവസാനം പന്നിക്കൂട്ടിലെത്തി.